ഓണത്തിന് പൂവിട്ട് തുടങ്ങിയാൽ തിരുവോണത്തിന് പൂക്കളത്തോടൊപ്പം പൂവടയും വേണം. ഇത്തവണ വാഴയില കിട്ടാത്തതുകൊണ്ട് വട്ടയിലയിലാണ് പൂവട ഉണ്ടാക്കുന്നത് കേട്ടോ. അരിമാവ് കുഴച്ച് പറ്റാവുന്ന പൂക്കളൊക്കെ നിറച്ച് മടക്കി ആവിയിൽ വേവിക്കണം. ബാക്കി വന്ന മാവിൽ അമ്മയ്ക്ക് ചെറിയൊരു അട ഉണ്ടാക്കുകയാണ് കേട്ടോ. പുഴുങ്ങാൻ വെച്ച നെല്ലിപ്പഴത്തോടൊപ്പം അടകളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതിന് പൂക്കളത്തിന്റെ പരിപാടിയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പൂക്കളമിടാനുള്ള അവകാശമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പൗരുഷം നിറഞ്ഞ പൂക്കളമിടാനായി ഹരിയേട്ടം വന്നിരിപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പൂക്കളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഗണപതിയാണ് ഇപ്രാവശ്യത്തെ തീം. കഴിഞ്ഞ പ്രാവശ്യം മയിലായിരുന്നേ. അപ്പോൾ അമ്മ ഇതാ വിളക്ക് കത്തിച്ച് വന്നിട്ടുണ്ട്. അട നമ്മൾ വെച്ചിട്ടുണ്ട്. ശേഷം 5 മിനിറ്റ് പൂക്കളം നോക്കി നിന്ന് ആത്മപ്രശംസയൊക്കെ നടത്തിയ ശേഷം നമ്മൾ സദ്യ ഉണ്ണാനായിട്ട് പോയിട്ടോ. താഴെ നിന്ന് പായസത്തിന് നല്ല മണം വരുന്നുണ്ട്. പരിപ്പ് ഗോതമ്പ് പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ സദ്യക്ക് നമുക്ക് പറ്റാവുന്ന അത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുളിയിഞ്ചി, മാങ്ങാച്ചാറ്, ബീട്രൂട്ട് പച്ചടി, തോരൻ, അവിയൽ, കാളൻ, സാമ്പാർ, പിന്നെ തൈര് നമ്മൾ വാങ്ങിയതുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ മോരൊന്നും കലക്കിയില്ല. പായസമുണ്ട്, പിന്നെ എന്നുള്ളത് പഴമുണ്ട്, ചക്കര ഉപ്പേരിയുണ്ട്, ചക്കര വരട്ടിയുണ്ട്. നമ്മൾ വാങ്ങി, നമ്മൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ തിരുവോണം ശുഭമായിരുന്നു.